Intelligence Cock, Pet Detective. റൈറ്റർ ഡയറക്ടർ പ്രണീഷ് വിജയൻ, കോ-റൈറ്ററായിട്ട് ജെ വിഷ്ണുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലൻ, ഒപ്പം നായകനായിട്ടുള്ള ഷറഫുദ്ദീൻ. ടെക്നിക്കൽ ടീമിൻ്റെ പേര് ദാറ്റ്സ് ഇനഫ്. അവരുടെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ഊഹിക്കാൻ പറ്റും. അതുവരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. DOP ആനന്ദ് സി ചന്ദ്രൻ, പ്രേമം, അഭിനവ് സുന്ദർ നായിക്, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൻ്റെ ഡയറക്ടർ, ഈസ് ബേസിക്കലി എഡിറ്റർ. പിന്നെ അഗെയിൻ രാകേഷ് മുരുകേശൻ, പ്രേമത്തിൻ്റെ പുള്ളിയാണ് സ്കോറും ഒറിജിനൽ സ്കോറും അതുപോലെ തന്നെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. പെട്ടസാന ഈ പടത്തിൽ സ്കോർ കൊണ്ട് കുറേ കളിക്കേണ്ടതായിട്ടുണ്ട്. അത് പുള്ളി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് പെരുക്കിയിട്ടുണ്ട്. പിന്നെ റാപ്പുണ്ട്, വേടൻ്റെ ഒരു സോങ് ഉണ്ട്, അങ്ങനെയുള്ള പരിപാടികൾക്ക്. പിന്നെ ഇതിൽ റൈറ്റേഴ്സ് മറ്റേ അഡ്രി ജോയും അതുപോലെ തന്നെ ശബരീഷാണ് ഇതിൽ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവർ അഭിനയിച്ചില്ല, അവർക്കും കൂടി അഭിനയിക്കായിരുന്നു. അത്ര ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ആർട്ടിസ്റ്റുകളുണ്ട്. ഈ സിനിമയെക്കുറിച്ച് ബേസിക്കലി പറയുകയാണെങ്കിൽ കോമഡി ഫിലിമാണ്. സ്റ്റിൽ ഇതിലെ കോമഡി എന്ന് പറയുന്നത് യാതൊരു ലോജിക്കില്ലാത്ത ഓവർ ദ ടോപ്പായിട്ടുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള കോമഡീസ്. എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വർക്കാവുന്നതായിരിക്കണേ, അല്ലാതെ ഔട്ട് ഓഫ് ദ ബോക്സ് ഓവർ ദ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടുപെട്ടു. കാരണം കുറേ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞേ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇതിലെ കാസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് അതിന് തന്നെ വേണ്ടി വരും. അത്ര ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗിനിങ്ങിൽ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഇത് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമയില്ലേ ആട് 1, ഇപ്പോൾ നമ്മുടെ നീലക്കൊടുവലിൻ്റെ സംഭവമില്ലേ, കുറേ ക്യാരക്ടേഴ്സ് ആഫ്റ്റർ നീലക്കൊടുവലിൻ്റെ പുറകെ പോകുന്നത് സെയിം പ്ലോട്ടാണ്. ഇതിൽ നീലക്കൊടുവലിക്ക് പകരം ഒരു വെള്ളത്തിലുള്ള മീനല്ലെങ്കിൽ വെള്ളത്തിലാണ് ഇത് ഒരു കുപ്പിയിൽ പിടിച്ചിട്ട് ഒരു കൂട്ടം മീനുകളെ തേടിയിട്ട് കുറേ ക്യാരക്ടേഴ്സ് വരുന്ന. അത് തുടക്കം മുതലേ ബിൽഡ് ചെയ്ത് ശരിക്കും എനിക്ക് പേഴ്സണലി ഈ സിനിമ കണക്റ്റ് ആയത് ഇത് നമ്മളെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമല്ലേ കാസർഗോഡ് സിനിമകൾ അഭിനയിക്കുന്നത്. പുള്ളി ഒരു കവടിയിരുന്ന ആളാണ്. അയാളെടുത്ത് ഷറഫു ഡിറ്റക്റ്റീവാണ്, ഷറഫുവിൻ്റെ അച്ഛൻ ഡിറ്റക്റ്റീവാണ് രഞ്ജിപ്പണി ചെയ്ത കഥാപാത്രം. അപ്പോൾ ഷറഫ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഷറഫ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത്. ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കവടി ഒരു ക്യാരക്ടറാക്കി വെച്ചിട്ട് ഇതിങ്ങനെ അപ്പോഴാണ് കറക്റ്റ് ഇതാണല്ലേ ഇറ്റ്സ് ബീൻ ഹാപ്പനിങ് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് പേഴ്സണലി കണക്ട് ആയത്. പിന്നെ അതിന് ശേഷം അല്ലെങ്കിലും പടം ഫസ്റ്റ് ഹാഫ് ഈസ് ലോ കമ്പയർഡ് ടു സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക നമ്മുടെ മഴ പെയ്യുന്ന മുതലം കൊട്ടു ആ ലെവൽ സാധനമല്ലേ, കൊട്ടുന്ന പോലത്തെ. അതായത് കംപ്ലീറ്റ് സ്ലാപ്സ്റ്റിക്ക്, കൂട്ടപ്പൊരിച്ചിൽ, പഴയ 90s സിനിമകളിലുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ക്ലൈമാക്സിൽ എല്ലാ ക്യാരക്ടേഴ്സ് കൂടി വന്ന് കൂട്ടപ്പൊരിച്ചിൽ. പക്ഷേ അത് തിയേറ്റർ വാച്ചിന് ഭയങ്കര രസമാണ്. കാരണം അത്രയും ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഓരോ ക്യാരക്ടേഴ്സിനും ഒരു കാരിക്കേച്ചർ സ്വഭാവം കൊടുത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ കൂടിച്ചേർന്നിട്ട് അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിൽ വന്നിട്ട് അവസാനിക്കുന്ന ഒരു സിനിമയാണ്. അതിലേക്ക് ഓരോ കഥാപാത്രം കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിക്കുന്നതാണ് ഇതിൻ്റെ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. രഞ്ജി പണിക്കരുടെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. പുള്ളിക്ക് ഒരു മെക്സിക്കൻ കണക്ഷനൊക്കെ ഉണ്ട്. മെക്സിക്കൻ പരിപാടിയൊക്കെ ഭയങ്കര കോമഡിയാണ്. അത് ലോജിക്കൊന്നുമില്ല, പക്ഷേ അതിങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന രസമാണ്. അത് 2008 കാണിച്ച് പിന്നെ അറ്റ് പ്രസൻറ്റിലേക്ക് വരുന്ന പുള്ളി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഷറഫു, പിന്നെ അനുപമയുടെ കഥാപാത്രം എപ്പോഴും ബ്രേക്കപ്പ് പറയുന്ന ഒരു നായിക, പിന്നെ വിജയരാഘവൻ ആസ് ഓൾവേസ് കഥാപാത്രം സീനായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു പ്രത്യേക കഥാപാത്രം, അവിടെ പറയാൻ പറ്റില്ല, ആ സിനിമ കണ്ടാലും മനസ്സിലാവും. പിന്നെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വിനയ് ഫോർട്ടാണ്. വിനയ് ഫോർട്ട് പുള്ളിക്ക് പറ്റിയ ടൈലർ മെയ്ഡ് റോളാണ്. കുറച്ച് കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു മണ്ടനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. പുള്ളി ഇതിൻ്റെ പുറകെ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ടുണ്ടാകുന്ന കോമഡികൾ പുള്ളിയുടെ രീതിയിൽ. പിന്നെ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, വിനയ് ഫോർട്ടിൻ്റെ കുട്ടിക്കാലത്ത് ഉള്ള ചെറിയ പയ്യനെ ശബ്ദം കൊടുത്തിരിക്കും വിനയ് ഫോർട്ട് തന്നെ. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ജോമോൻ ജോദർ സ്ഥിരം കയ്യിൽ നിന്നിടുന്ന ആളാണല്ലോ. പുള്ളിയുടെ ചില ഡയലോഗ്സും കാര്യങ്ങളും കയ്യിൽ നിന്നിട്ടത് എനിക്ക് അത്ര രസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ വേറെ കുറേ സ്ഥലത്ത് പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് സീൻസിലൊക്കെ പുള്ളി പറയുന്നൊരു സംഭവമുണ്ട്, ഇതെന്താ മുളച്ച് വരുന്ന ഗുണ്ടകളൊക്കെ പറയുന്നത്. പിന്നെയുള്ള നമ്മുടെ പഴയ മസിൽമാൻ നിഷാന്ത് സാഗർ, പുള്ളി ഇതൊരു മീശ മറ്റേ വേറെ ചങ്ങായി ഉണ്ടല്ലോ, അതിനെ ട്രോൾ ചെയ്താൽ മീശ വിനിയെന്നാണോ, ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോയി വീണ്ടും ജയിലിൽ പോകും വരും, കുറേ ഗേൾസൊക്കെ ആയിട്ട് കറങ്ങി കിടക്കുന്ന ഇൻസ്റ്റയിലുള്ള പുള്ളിയെ ഇതാക്കിയിട്ടുള്ള ക്യാരക്ടറാണ് നിഷാന്ത് സാഗർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാജൻ സ്കറിയനെ കളിയാക്കിയിട്ട് മലനാടൻ കൊലയാളി എന്ന് പറഞ്ഞിട്ട് പുള്ളി സിരിടുന്ന ലിനൻ്റെ ഷർട്ട് ഉണ്ടല്ലോ, അതേ കളറുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ അവർ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞെട്ടിച്ചത് വിനായകനെ പിന്നെ അങ്ങനെ പുള്ളിയുടെ സ്വഭാവം കൊണ്ടാണോ റെമ്യൂണറേഷൻ കൊണ്ടാണോ എന്താ അറിയില്ല, പുള്ളിയെ തീരെ സ്ക്രീനിൽ കാണാൻ കിട്ടാറില്ല. പക്ഷേ പുള്ളി ഒരു ഭയങ്കര കിട്ടുന്ന നടനാണ്. ഭയങ്കര രസമാണ്. പുള്ളി കോമഡി ചെയ്താലും വില്ലൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ നായകനായാലൊക്കെ. അപ്പോൾ ഇതിൽ നമ്മുടെ
ഡൂഡിനെ പോലെ തന്നെ ഒരു ക്യാരക്ടറിനകത്ത് വരുന്നുണ്ട്, ഒരു കാസർഗോഡ് ദിഹാദ് അലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാസർഗോഡ് സ്ലാങ് സംസാരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് പോസ്റ്റ് ക്രെഡിറ്റിൽ വിനായകൻ്റെ തന്നെ സെൽഫ് ട്രോളാണെന്ന് തോന്നുന്നു. അതായത് എക്സിബിഷൻസെ കുറിച്ച് അങ്ങനെ പറയുന്ന എന്തോ ഒരു സീന് കാണിക്കുന്നുണ്ട്. അത് സിനിമയായിട്ട് എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല, ഇനി റിയൽ ലൈഫ് ട്രോളാണെന്ന് അറിയില്ല. പട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പട്ടി, കണ്ണൻ പട്ടി. പിന്നെ കുറച്ച് തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയില്ല, അവരെ പേരിൻ്റെ അടുത്ത് മറന്നുപോയി, ഗ്ലാഡിസ് എന്നുള്ള പണ്ടെന്തോ ഞാൻ കണ്ട സീരിയലിൽ അവരുടെ പേര് അവരുണ്ട്. പിന്നെ ശോഭി തലകൻ അധികം ഡയലോഗ്സ് ഒന്നുമില്ല, സെക്യൂരിറ്റി ആയിട്ടാണ്, അതുകൊണ്ടൊരു സീരിയൽ ലെവലായിട്ടില്ല. ഡയലോഗ്സ് കൊടുക്കുമ്പോഴാണ് പുള്ളി അത് സീരിയലാക്കി മാറ്റുന്നത്. അൽത്താഫ് ഉണ്ട്, സണ്ണിവേനുണ്ട്, നമ്മുടെ ജസ്കിഡിങ് JK ഉണ്ട്, അങ്ങനെ കുറേ പേര്. പിന്നെ വേറൊരു പുള്ളിയുടെ പേര് എനിക്കറിയില്ല, ഒരുമാതിരി സൈജു കുറുപ്പിനെ പോലെയുണ്ട് ചെറുതായിട്ട് കാണാൻ. പിന്നെ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു സിനിമ റിവ്യൂ ഉണ്ട്, തിരുവനന്തപുരം, പുള്ളിയെ പോലെയുണ്ട് കാണാൻ. അതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരം പേഴ്സണലി അറിയുന്നതുകൊണ്ട് ആ പുള്ളിയെ കാണുമ്പോൾ പുള്ളി വില്ലനാ, പക്ഷേ എനിക്ക് ചിരി വരും. അങ്ങനെ കുറേ സീൻസ്, അങ്ങനെ എല്ലാം കൂടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര അങ്ങ് ലൈക്കായിട്ടില്ല. കുറേ കോമഡീസൊക്കെ ഇതെന്ത് കോമഡി അങ്ങനെയൊക്കെ തോന്നി, അങ്ങനെയാണ് കണ്ടിരുന്നുള്ളത്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴും പടം വോക്കായി തുടങ്ങി. പിന്നെ തീരെ സ്പേസ്, അതായത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനോ ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ക്ലൈമാക്സ് ഒക്കെ ടിപ്പിക്കൽ സ്ലാപ്സ്റ്റിക് കൂട്ടപ്പൊരിച്ചിൽ പരിപാടിയാണെങ്കിലും ഐ എൻജോയ്ഡ് ദോസ് ഓൾസോ. അപ്പോൾ ഇതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ടൈറ്റിൽ ചെയ്ത ആളോട് പറയണം, ലാലേട്ടൻ പത്മശ്രീ അല്ല പത്മഭൂഷണാണ്, ഇപ്പോഴും പത്മശ്രീ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്.